വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇന്ന് ഉച്ചയൂണിൻ്റെ പരിപാടികളാണ്. ഇന്ന് ഞാൻ കഞ്ഞിയാണ് ആക്കാമെന്ന് വിചാരിക്കുന്നത്. കഞ്ഞി പയറും കഞ്ഞിയാണ് വെക്കുന്നത്. പിന്നെ ഒരു ചമ്മന്തിയും കൂടി അരയ്ക്കണുണ്ട്. പിന്നെ അച്ചാറൊക്കെ ഇരിപ്പുണ്ട്. ഗണപതി ഭഗവാൻ കനിയേണം. അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നേ. എന്നിട്ട് ഞാൻ ജസ്റ്റ് അരി ഒന്ന് കുക്കറിൽ വെള്ളം വെച്ചു ഒന്ന് ചെറുതായിട്ട് ചൂടായതിന് ശേഷമാണ് ഇടുന്നത്. പിന്നെ ആ സമയത്തിന് ഓടി വന്നിട്ട് എനിക്ക് പഞ്ചസാര വേണം എന്ന് പറഞ്ഞിട്ട് പഞ്ചസാരയുടെ ബോട്ടിൽ കണ്ടു കേട്ടോ. അതാണ് പ്രശ്നം. കണ്ടാൽ വേണമെന്ന് പറയും കേട്ടോ. അവിടെ ഒരു ഇച്ചിരി കൊടുത്തു. അപ്പോൾ അവൻ വായിൽ ആ സ്പൂൺ അങ്ങ് പിടിച്ചു. പിന്നെ ഞാൻ ആ സ്പൂണും കൊടുത്തു. എന്നിട്ട് നമ്മൾ ഈ എൻ്റെ കുക്കർ ചെറിയ കുക്കർ ചീത്തായിപ്പോയി കേട്ടോ. ചെറിയ കുക്കർ നല്ലതായിരുന്നു. ഭയങ്കര ഹാൻഡിൽ ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ് കേട്ടോ. സാമ്പാർ വയ്ക്കാനും ഈ കഞ്ഞി വയ്ക്കാനും പരിപ്പൊക്കെ ആണെങ്കിലും നമുക്ക് ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഭയങ്കര എളുപ്പം. ഇത് ഭയങ്കര വലിയ കുക്കർ കേട്ടോ. ഒരു വലിയ തക്കുട് മുണ്ടൻ കുക്കർ എന്ന് പറയില്ലേ, അതാണ് കേട്ടോ. ഒരു ഇച്ചിരി കഞ്ഞി മതി നമുക്ക് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട്. എന്നാലും പിന്നെ അതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ പാത്രം കഴുകുന്നത് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഈസിയാണെന്ന് തോന്നും കേട്ടോ. എൻ്റെ ദേവി അവർ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പോൾ ഇത് സൺഡേയിലത്തെ വ്ളോഗാണ്, സൺഡേ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഒരു സിനിമയുടെ പകുതി ഒരു കാൽഭാഗമൊക്കെ കഴിയുന്നത് വരെയും എൻ്റെ പാത്രം കഴുകൽ അങ്ങനെ തന്നെ ഇരുന്നത് കേട്ടോ. ഇനിയും ഉണ്ട് കഴുകാൻ വേണ്ടിയിട്ട്. ഞാനങ്ങനെ ഞാൻ ഇത് കേട്ടാണ് കഴുകണത്. അപ്പോൾ എനിക്ക് ഒരു നല്ല രസമായിരുന്നു. നമ്മൾ എന്തെങ്കിലും ഒരു പാട്ടോ ടി വിയിൽ എന്തെങ്കിലും ഒരു സംഭവം ഇട്ടിട്ട് നമ്മൾ ജോലിയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പാട്ടൊക്കെ ഇടുന്നത് നല്ല രസമായിരിക്കും. പിന്നെ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്റ്റോറി കേൾക്കുന്നത് അടിപൊളിയായിരിക്കും. അതൊക്കെ മനസ്സിനൊരു സുഖം തരും കേട്ടോ. തനിയാണെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് ഭയങ്കര ഈസിയായിട്ട് സാധനം ഈ ജോലിയൊക്കെ പെട്ടെന്ന് തീർക്കാൻ പറ്റും. ഇനിയും എന്താ പാത്രങ്ങളുണ്ട്. ഈ കാണുന്ന അത്ര ഈസി അല്ല കേട്ടോ. കുറേ സമയമെടുക്കും. പിന്നെ പാത്രം കഴുകിക്കൊണ്ടിരുന്നപ്പോൾ മോനിന് വെള്ളം ദാഹിക്കുന്നെന്ന് പറഞ്ഞ് വന്നായിരുന്നേ. പിന്നെ ഞാൻ അവൻ്റെ ബോട്ടിൽ തന്നെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അത് കൊടുത്തു. ഇനി എനിക്ക് ബോട്ടിൽ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഗ്ലാസ്സിൽ കൊടുത്താൽ അവിടെ തറയിലൊക്കെ ഇങ്ങനെ ഗാർഗിൾ ചെയ്യുന്ന പോലെ ഗ്ലു എന്നാക്കിയിട്ട് തറയിലൊക്കെ ഒഴിക്കും. പിന്നെ നമ്മൾ തറയിൽ കിടന്ന് ചിലപ്പം വെള്ളം കിടന്നാൽ അറിയില്ല കേട്ടോ, അന്ന് തെന്നി വീഴുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് പിന്നെ ഞാൻ ഇതിൽ കൊടുത്താലും അവൻ്റെ വേലത്തരമൊക്കെ അവൻ കാണിക്കും. പിന്നെ നമ്മുടെ ഈ പാത്രം കഴിയുമ്പോൾ നമ്മുടെ ഈ ജാറില്ലേ, മിക്സിയുടെ ജാറ്, നിങ്ങൾ ഈ വാഷറില്ലേ, ആ സംഭവം ഇളക്കിയിട്ട് സ്പൂണിട്ട് നന്നായിട്ടൊന്ന് അതിനകത്തുള്ള അഴുക്കൊക്കെ ഇളക്കി കളഞ്ഞ് കഴിയണം. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചെയ്യണം. സോപ്പിട്ട് അങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ മിക്കവരും ചെയ്യുമായിരിക്കും, ചിലവർ ഓർക്കത്തില്ല കേട്ടോ. അപ്പോൾ ഇത് ഇളക്കിയിട്ട് കഴുകിയിട്ട് തിരിച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കര അഴുക്കായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ ബാക്കി അവിടെയൊക്കെ ഒന്ന് തുടച്ചിടുകയാണ്. ഇടയ്ക്കിടയ്ക്ക് തുടയ്ക്കും, ജോലിയുടെ ഇടയ്ക്ക് തന്നെ ഇടയ്ക്കങ്ങ് തുടയ്ക്കും കേട്ടോ. ഇനിയും ഉണ്ട്, ജോലി തീർന്നിട്ടില്ല. ഇനി ഞാൻ വിചാരിച്ചു കുറച്ച് വെള്ളം അതിൽ ബാക്കി ഇരിപ്പുണ്ട് നമ്മുടെ കെറ്റിലിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ബോട്ടിൽ കുറച്ചിങ്ങനെ ഒഴിച്ച് വെച്ചിട്ട് ബാക്കി തിളപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ, കെറ്റിലിൽ തന്നെ. ഇതെന്ന് പറയുന്നത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച ബോട്ടിലാണ്. നല്ല ബോട്ടിലാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് കുടിക്കാൻ പറ്റും. വെള്ളം അളവറിയാൻ പറ്റും, നമുക്ക് കുടിക്കാനും തോന്നും. ഗ്ലാസ്സിലെടുത്ത് കുടിക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. എനിക്ക് പൊതുവെ വെള്ളം കുടി കുറവാണ് കേട്ടോ. അതിൻ്റെ കുറേ ഇഷ്യൂസും വന്നിട്ടുണ്ട് കേട്ടോ വെള്ളം കുടിക്കാത്തതിൻ്റെ പേരിൽ. അപ്പോൾ ഇത് ആകുമ്പോൾ നമുക്ക് ഒരു ടെൻഡൻസിയാണ് ഒന്ന് കുടിക്കാൻ വേണ്ടിയിട്ട്. ഈ ബോട്ടിലൊക്കെ കാണുമ്പോൾ പിന്നെ ബോട്ടിൽ കുടിക്കാൻ കുറച്ചുകൂടി ഈസിയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ശേഷം നമ്മൾ ചെയ്യാൻ പോകണം ചമ്മന്തി ചുട്ടരച്ച് ഉണ്ടാക്കാമെന്നാണ്. നല്ല ടേസ്റ്റാണ്. ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രമാണ് ഞാൻ ഉണ്ടാക്കണത്. കാരണം ഇവിടെ മക്കൾ കഴിക്കില്ല, ഞങ്ങൾ മാത്രമേ കുറച്ച് കഴിക്കത്തുള്ളൂ. അവർക്കൊന്നും ഈ ടേസ്റ്റ് ഇഷ്ടപ്പെടാറായില്ല കേട്ടോ. അവരിതൊന്നും കഴിക്കില്ല. നമ്മളും കുഞ്ഞിലെ അങ്ങനെയായിരുന്നില്ലേ, ടേസ്റ്റ് നമുക്കൊന്നിൻ്റെ ടേസ്റ്റ് അത്രയൊന്നും ഇഷ്ടപ്പെടില്ലല്ലോ. പിന്നീടാണ് നമുക്കെല്ലാം ഇഷ്ടപ്പെട്ട് വരുന്നത്. ഇതിങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ചെയ്തു നോക്കൂ. ട്രസ്റ്റ് മീ ഗൈസ്, സൂപ്പറാണ്. നമ്മളിങ്ങനെ ഇത് നമ്മുടെ ഈ പപ്പട കുത്തിയിൽ വെച്ചിട്ട് ഒന്ന് കുത്തിയിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ഇഞ്ചി അരിഞ്ഞിടുക. കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഞാൻ തേങ്ങ ഇടുന്നുള്ളൂ. നന്നായിട്ട് ശകലം പുളിയും ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് അരയ്ക്കുക. ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. ഞാൻ സത്യമായിട്ടും ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റായിരുന്നു. ഞാൻ പിന്നെ നാരങ്ങ അച്ചാറുണ്ട്, അമ്മയുടെ ഒരു സ്പെഷ്യൽ നാരങ്ങ അച്ചാറാണ്, ഭയങ്കര ടേസ്റ്റിയാണ് അതും. പിന്നെ കൊള്ളാമോ പൊന്ന, സൂപ്പറാണോ?
കുറേ നേരം കൊണ്ട് സൂപ്പറാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു സ്പൂണ് മാത്രമാണ് ആ വലിയ പാത്രത്തിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട്, കാരണം നല്ല ചൂട് കഞ്ഞിയായിരുന്നേ. എന്നിട്ട് അത് കൊള്ളാമെന്ന് പറഞ്ഞിട്ട് അവ എണീറ്റ് പോയി. ഞാൻ പാത്രം കാണിച്ചു തരാം, ഇടയ്ക്ക് ഞാൻ ഫുള്ളും ഫിനിഷ് ചെയ്ത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റി ആയിരുന്നു. നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇങ്ങനെ അച്ചാറൊക്കെ വേണം കേട്ടോ. പറ്റുമെങ്കിൽ നിങ്ങളൊരു മുളക്, മറ്റേ നമ്മുടെ ഉണ്ടമുളകില്ലേ പൊരിച്ചത്, അതും കൂടി കിട്ടുകയാണെങ്കിൽ ഭയങ്കര സൂപ്പറായിരിക്കും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാൻ നല്ലതായിട്ട് ഞാൻ കുടിച്ചു. പിന്നെ എന്താണ് മോനുവിന് ഇട്ടിട്ട് പോയി കേട്ടോ. പിന്നെ ഇനി എനിക്ക് അവന് കൊടുക്കണം. അവന് ഇനി കുറച്ചും കൂടി ഞാൻ പാട്ട് വെച്ചോ അല്ലെങ്കിൽ ടി വി ഇട്ടോ അല്ലെങ്കിൽ ഓടി നടന്നോ എങ്ങനെയെങ്കിലും കൊടുക്കണം കേട്ടോ. ഞാൻ എൻ്റെ പ്ലേറ്റ് കണ്ടില്ല, അടിപൊളിയായിട്ട് ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അച്ചാർ രണ്ടും എൻ്റെ അമ്മ ഉണ്ടാക്കിയിരുന്നത്. അമ്മയുടെ സ്പെഷ്യൽ നമ്മുടെ ഈ നാരങ്ങ ഇങ്ങനെ ഉണ്ടാക്കും, അത് നല്ല ടേസ്റ്റാണ്. പിന്നെ നെല്ലിക്ക അച്ചാർ, അമ്മ ഉണ്ടാക്കുന്ന അച്ചാറൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. അമ്മ ഉണ്ടാക്കുന്ന എല്ലാ കറിയും നമുക്ക് ഇഷ്ടപ്പെടും, സ്പെഷ്യലല്ലേ. പണ്ട് നമുക്കിഷ്ടമില്ലായിരുന്നു നമ്മുടെ കുഞ്ഞിൽ. അയ്യോ സാമ്പാറൊക്കെ എനിക്കിഷ്ടമായിരുന്നു. അതിലുള്ള മലക്കറി ഒന്നും ഞാൻ കഴിക്കില്ലായിരുന്നേ. പിന്നെ തോരൻ, ബീട്രൂട്ട് തോരൻ, കീരത്തോരനൊന്നും എന്ത് ചെയ്യുമ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. ക്യാരറ്റ് തോരൻ, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇഷ്ടമില്ലായിരുന്നേ. പിന്നെ ഞാൻ പാത്രങ്ങളെല്ലാം കഴുകി കുറച്ച് ഞാൻ ടയേർഡായി കേട്ടോ. നമ്മൾ കുറച്ച് സംഭവങ്ങളാണ് ഉണ്ടാക്കണമെങ്കിലും നമ്മൾ കുറച്ചാകുമ്പോൾ അടുക്കള നിൽക്കുമ്പോൾ ഭയങ്കര ചൂടല്ലേ. എന്നാലും ഞാൻ ഈ പാത്രങ്ങളെല്ലാം അപ്പം തന്നെ കഴുകിയില്ലെങ്കിൽ പിന്നെ നമ്മൾ തന്നെ കുളിച്ചിട്ട് പിന്നെ എനിക്ക് പാത്രം കഴുകാൻ ഭയങ്കര മടിയാണ്. ഇപ്പം തന്നെ എൻ്റെ ഡ്രസ്സ് കുറച്ച് നനഞ്ഞിട്ടുണ്ട്, കുളിച്ചിട്ടാകുമ്പോൾ പിന്നെ എനിക്കൊരു മടിയാണ്. പിന്നെ ഇതെൻ്റെ മണി പ്ലാന്റ് ആണ് കേട്ടോ, ലിവിങ് പ്ലാന്റ് ആണ്. ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടികൾ. എന്ത് ഭംഗിയാണെന്ന് നോക്കൂ. ഇതിൻ്റെ ഇലകളില്ലേ വേറെ വേറെ കളറില്ലേ, മറ്റേ ഒരു വേറെ വെറൈറ്റി ഉണ്ട്, അത് ഞാൻ ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അതും നല്ല രസമാണ്. എനിക്കിതൊക്കെ കാണാനും ഈ ചെടിക്ക് വെള്ളമൊക്കെ ഇങ്ങനെ തളിച്ച് വെള്ളമൊക്കെ മാറ്റുമ്പോൾ എനിക്ക് എന്തോ ഒരു സാറ്റിസ്ഫാക്ഷനാണ് കേട്ടോ. എൻ്റെ വിചാരം അവർക്ക് എന്തൊക്കെയോ കിട്ടി, വെള്ളം കിട്ടി, അവർ കുളിച്ച പോലെ അവർ ഭയങ്കര ഫ്രഷായി, അവരും ഹാപ്പിയായി എന്നൊക്കെയാണ്. മണ്ടത്തരങ്ങളാണ് കുറച്ച് മണ്ടത്തരങ്ങളും കുറച്ച് വട്ടത്തരങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വേണം കേട്ടോ. എന്നാലേ നമുക്ക് ഒരു സന്തോഷമൊക്കെ ഉണ്ടാവുള്ളൂ. എല്ലാം ഭയങ്കര ഇങ്ങനെ ഒരു മസിൽ പിടിച്ച് നടന്നാലേ എന്ന് വെച്ചാൽ മസിൽ പിടിച്ച് നടന്നതല്ല, എല്ലാം നല്ല ബുദ്ധിപരമായി ഹാൻഡിൽ ചെയ്താലും ശരിയാവില്ലല്ലോ. പിന്നെ ഞാൻ എന്തൊക്കെയോ പറയുന്നു. ഈ മണി പ്ലാന്റിന് നല്ല രസമാണ് കേട്ടോ. ഇതിനും ഞാൻ വെള്ളമൊക്കെ മാറ്റി ഞാൻ പുറം ഒന്ന് കുളിപ്പിക്കും പോലെ വെള്ളം ഒഴിച്ച് പിന്നെ നമ്മൾ നിറച്ച് വെള്ളമൊക്കെ വെച്ച് നല്ല ഫ്രഷ് ആക്കി വെച്ച് പിന്നെ ഞാൻ അവിടെയൊക്കെ ഒന്ന് തുടയ്ക്കുകയാണ്. ഞാൻ മിക്കവാറും പാത്രം കഴുകുന്ന സമയത്ത് തന്നെ ഇവിടെയൊക്കെ ചിലപ്പോൾ അങ്ങ് തുടച്ച് പോകും കേട്ടോ. എപ്പോഴും പൊടിയാണ്, എപ്പോഴും വല കെട്ടും. എന്താണെന്നറിയില്ല. ഞാൻ വിചാരിക്കുന്നത് എൻ്റെ വീട്ടിൽ മാത്രമാണോ ഇങ്ങനെയൊന്നും അറിയില്ല കേട്ടോ. പിന്നെ ഈ ബോട്ടിലില്ലേ, ഞാനിപ്പോൾ എടുത്ത ബോട്ടിൽ, 2 ഉണ്ട ഭരണി പോലത്തെ ബോട്ടിലില്ലേ, ഭയങ്കര രസം കേട്ടോ. ഭയങ്കര രസമാണ്, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. റേറ്റും ഭയങ്കര നല്ല നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ് കേട്ടോ. 4 എണ്ണമാണ് കിട്ടിയത്. ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറേ ആമസോൺ ഫൈൻസ് എന്നും പറഞ്ഞിട്ട് അതിൽ നോക്കിയാൽ കാണാം കേട്ടോ. നല്ല ബോട്ടിലാണ് കേട്ടോ, ഭയങ്കര ഒരു ക്വാളിറ്റിയുള്ള ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടേക്ക് ഒന്ന് ജസ്റ്റ് തുടച്ചിട്ട് സാധനങ്ങളെല്ലാം എടുത്ത് വച്ചിട്ട് പിന്നീട് പോയി കുളിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ തുടയ്ക്കും കേട്ടോ. എന്നാലും 2 ദിവസം ഒരാഴ്ച ഒക്കെ ആകുമ്പോൾ തന്നെ വീണ്ടും അഴുക്കൊക്കെ ആവും. അത് നമ്മൾ ഇങ്ങനെ തുടച്ച് പോകുന്നത് കുറച്ചും കൂടി ഈസി ആയിരിക്കും. നമ്മളെല്ലാം കൂടി ഒത്തു ചെയ്യണേനേക്കാളും ചില സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ട് മടി തോന്നും, എല്ലാവർക്കും തോന്നും കേട്ടോ. എനിക്ക് ചില സമയത്ത് ഇതിനൊന്നും ചെയ്യാൻ തോന്നില്ല, അങ്ങനെയൊക്കെ ഉള്ള ദിവസങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇതെല്ലാം പറക്കി വെച്ചു. പിന്നെ നമ്മുടെ ഈ ചെടിയെല്ലാം നന്നായിട്ട് അറേഞ്ച് ചെയ്ത് അവിടെയും വെച്ചു. പിന്നെ ഈ സൈഡിലും കുറച്ച് വല പോലെ കേട്ടോ. ഈ അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുടച്ച് വെക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് ഒരു വല പോലെ കെട്ടി. അപ്പം പിന്നെ ഞാൻ അവിടെയും ക്ലീൻ ചെയ്ത് അവിടെ ഒരു പ്ലാന്റ് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതും ഒന്ന് വെള്ളമൊക്കെ മാറ്റിയിട്ട് വെച്ച് കേട്ടോ. അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ മാറ്റി വെച്ചു. ഇനി എൻ്റെ പരിപാടി എന്ന് പറയുന്നത് മോന് കുറച്ച് കഞ്ഞി കുടിച്ചില്ലേ, അതിന് ഓടി നടന്ന് കൊടുക്കണം കേട്ടോ. ഇപ്പം കുടിച്ചിട്ട് എണീറ്റ് പോയ ഉടനെ നമ്മൾ കൊടുത്താൽ ആൾക്ക് വേണ്ടാന്ന് പറയും, പിന്നെ കുടിക്കുകയില്ല കേട്ടോ. അപ്പം പിന്നെ കൊടുത്തിട്ട് വയറ് നിറച്ചിട്ട് കുറച്ചെങ്കിലും വയറ് നിറച്ചിട്ട് കിടത്തിയാൽ എനിക്കൊരു സമാധാനം ഉറങ്ങുമ്പോഴേ. അല്ലെങ്കിൽ പിന്നെ ഒന്നും കഴിച്ചില്ലല്ലോ എന്ന് തോന്നും. പിന്നെ ഞാൻ ആ ഗ്യാസിൻ്റെ ആ ഭാഗമൊക്കെ തുടച്ച് ക്ലീൻ ചെയ്ത് വെച്ച് കേട്ടോ. അവിടെയൊക്കെ ഒന്ന് നീറ്റാക്കി. പിന്നെ ഇനിയിപ്പോൾ ഞാൻ ഇന്ന് ഗ്യാസ് സ്റ്റവ് തുടയ്ക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് സ്ക്രബ്ബറൊക്കെ ഇട്ട് അതിനകം ഉള്ളിലൊക്കെ ഒന്ന് കഴുകിയിട്ട് തുടച്ച് വെക്കും കേട്ടോ. ഇപ്പോൾ എൻ്റെ അടുക്കള ഇങ്ങനെ ആയിട്ടുണ്ട്. എല്ലാ മുറികളും ഞാൻ ഇങ്ങനെ ആക്കും, പിന്നെയും കുളവും. പിന്നെ വൈകുന്നേരം ആയി കേട്ടോ. ഇതിപ്പം ഞാനൊരു ചായ ഇട്ട് പിന്നെ ഓടിപ്പോയി കുളിച്ചു കേട്ടോ. കുളിച്ചിട്ടാണ് ചായ ഇട്ടത്.
കുളിച്ച് പിന്നെ ഒരു ചായയൊക്കെ കുടിച്ചപ്പോൾ നല്ല സുഖം, കുളിച്ചപ്പോൾ നല്ല സുഖം കേട്ടോ. ഭയങ്കര ചൂട്. ഇവിടെ മാത്രമാണോ ചൂട്? നിങ്ങളുടെ അവിടെയും ചൂടുണ്ടോ? എങ്ങനെയാണ്? ഒന്നും അറിയാൻ പാടില്ലല്ലേ. പിന്നെ ഞാൻ ബ്ലൈൻഡ്സൊക്കെ ഒന്ന് താഴ്ത്തി വെക്കുകയാണേ. വൈകുന്നേരം ആയല്ലോ, അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ താഴ്ത്തി വെക്കും. ഉച്ചയൊക്കെ ആകുമ്പോൾ രാവിലെ കുറച്ച് കഴിയുമ്പോൾ ഞാനിത് ഒന്ന് പൊക്കിയൊക്കെ വച്ച് തുടയ്ക്കും. ചില സമയത്ത് തുടയ്ക്കും, എല്ലാ ദിവസവും ഇല്ല, ഇടയ്ക്കിടയ്ക്ക് കേട്ടോ. അങ്ങനെ കുളിച്ചത് ഞാൻ ഷാമ്പൂ ഒക്കെ ഇട്ട് കുളിച്ചു കേട്ടോ. ഇന്ന് ഭയങ്കര ചൂട് കേട്ടോ. അങ്ങനെ പിന്നെ നല്ലൊരു ചായയൊക്കെ കുടിച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം അല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.